ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കുറിച്ചിട്ട് സംസാരിക്കാനാണ്. ചില ആളുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കുക. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്നതാ പറഞ്ഞുകൂടൊന്നുമില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും അവർ മാനിക്കാറില്ല. അവർക്ക് തോന്നിയത് മുഴുവൻ അവർ വിളിച്ച് പറഞ്ഞ് അവരുടെ വികാരം അവർ പ്രകടിപ്പിക്കും. അത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരുടെ വികാരത്തിന് കൂടി മാനിക്കണം. എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ ഒരിക്കലും നടത്താൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നൊരു ദേഷ്യം കൊണ്ടാണ് നമ്മളങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ആ മുറിവ് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നൊരു ദുഃഖം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതേ അനുഭവം നമുക്ക് വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പറയുമ്പോൾ നമുക്ക് അത്രയൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. നമുക്ക് തോന്നിയത് മുഴുവൻ നമ്മൾ പറയും. വന്ന ദേഷ്യത്തിന് നമ്മളെല്ലാതും പറയും. പക്ഷേ ആ വ്യക്തി അപ്പുറത്തും എതിർ സൈഡിൽ നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയും കൂടി കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം വന്നു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ പറയേണ്ട ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പറയേണ്ടത് കാര്യങ്ങൾ അർത്ഥം മുറിച്ച് പറയേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൂടി നമ്മൾ പറയാൻ വരുന്ന അത്രയും വലിയ ദേഷ്യത്തിലുള്ള വാക്കുകളൊക്കെ ഒന്ന് മയപ്പെടുത്തി ഒന്ന് മിനുസപ്പെടുത്തിയിട്ട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവർക്ക് അത് കഴിയും. പക്ഷെ അത് കേട്ടവരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. പറഞ്ഞത് നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയൊന്നും ദേഷ്യം വന്നിട്ടല്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നുള്ളൊരു കാര്യം നമുക്കുണ്ടായിരിക്കാം. പക്ഷെ മറ്റേ ആൾ അനുഭവിക്കുന്ന ആ വിഷമം, ആൾ കുറേ ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് അനുഭവിക്കുന്ന ആ വിഷമം, അത് നമുക്ക് ആ അനുഭവം വരുമ്പോഴേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര ദേഷ്യം വന്നാലും ഒരു വാക്കുകൾ പറയുമ്പോൾ വളരെ അളന്ന് മുറിച്ച് സൂക്ഷിച്ചൊക്കെ പറയുക. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തെ കീറി മുറിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ആരും പറയാതിരിക്കാൻ ശ്രമിക്കുക. പറയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷേ കുറച്ചും കൂടി ഒന്ന് മയപ്പെടുത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് പറയുകയാണെങ്കിലും ആ വിഷയം അതേപോലെ തന്നെ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആരോടും ചാടിക്കടിച്ച് വർത്താനം പറഞ്ഞ് അവരുടെ മനസ്സിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ കുറച്ച് സൗമ്യമായിട്ട് നന്നായിട്ട് പറയുക, പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ. പിന്നെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യനല്ലേ. എന്നാലും പരമാവധി നമ്മൾ വളരെ സോഫ്റ്റായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കും.